നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോഴും ബിഗിനിങ് സ്റ്റേജിൽ തന്നെയാണ്. ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ 2ാം റൗണ്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നമ്മളൊരു വിധിയെഴുത്തിനൊന്നും നിൽക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഇതുവരെ കണ്ടിട്ടുള്ളത് വളരെ എക്സൈറ്റിംഗ് ആണ്. ഇതുവരെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്ന അതിമനോഹരം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ സംഭവിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ബ്രസീലിയൻ ക്ലബ്ബുകൾ അവർ ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് സാബി അലോൺസോ നേരത്തെ പറഞ്ഞിരുന്നു. ബ്രസീലിയൻ ക്ലബ്ബുകൾ പൊളിയാണ്. അതാണിപ്പോൾ നമ്മൾ കാണുന്നതും. 6 കളികൾ കളിച്ചു ബ്രസീലിയൻ ക്ലബ്ബുകൾ. ബ്രസീലിൽ നിന്നിപ്പോൾ കൂടുതൽ ക്ലബ്ബുകൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വെറുതെ അല്ലല്ലോ. കോപ്പ ലിബർട്ടഡോറസിൽ തുടർച്ചയായിട്ട് കിരീടം ചൂടിയിട്ട് വന്നവരാണ്. യെസ്, ബൂട്ടഫാഗോ, അതുപോലെ തന്നെ ഫ്ലുമിനൻസ് കളിക്കുന്നുണ്ട്, ഫ്ലമിംഗോ കളിക്കുന്നുണ്ട്, പാൽമിറാസ് കളിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഇപ്പോൾ 6 കളികൾ കളിച്ചു ക്ലബ്ബ് വേൾഡ് കപ്പിൽ. അതിൽ 4 കളികൾ വിജയിച്ചു. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ വിറപ്പിച്ചുകൊണ്ട് ഫ്ലുമിനൻസ് ഒരു സൂചന തന്നിരുന്നു. FC പോർട്ടോക്ക് ശരിക്കും വരാനിരിക്കുന്നത് എന്താണ് എന്നതിൻ്റെ ഒരു സൂചന പാൽമിറാസും കൊടുത്തിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായ PSG ഇട്ട് കൊടുത്തത് ഇന്ന്. അതാണ് നമ്മൾ ബൂട്ടഫാഗോയിൽ നിന്ന് കണ്ടത്. സോ ബൂട്ടഫാഗോ വിജയിച്ച് കയറിയതോടുകൂടി 6 കളികൾ കളിച്ചതിൽ 4 ബ്രസീലിയൻ ടീമുകൾ വിജയിച്ചിരിക്കുന്നു. 2 കളികൾ സമനില, ഒറ്റ കളിയും തോറ്റിട്ടില്ല. അപരാജിത കുതിപ്പാണ് ബ്രസീൽ ടീമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നോക്കുക, അവർ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇതുവരെ 7 ഗോളുകൾ നേടിക്കഴിഞ്ഞു. ഈ ടീമുകളെല്ലാം കൂടെ തിരികെ വാങ്ങിയതോ ഒറ്റ ഗോൾ മാത്രമാണ്. സോ ഡിഫൻസ് കൂടി അവർ ശക്തമാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചില മനോഹര നീക്കങ്ങൾ എസ്റ്റവായോ വില്ലിനെ പോലുള്ളവർ നടത്തുന്നുണ്ട്. ഇഗോർ ഹീസസിൻ്റെ ഇന്നത്തെ ഗോളും ക്ലാസ് ആയിരുന്നു. അപ്പോൾ ബ്രസീൽ ടീമുകൾ വലിയ ഒരു പ്രതീക്ഷ നോൺ യൂറോപ്യൻ ടീമുകളിൽ നിന്ന് നമുക്ക് നൽകുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.